നമസ്കാരം. നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബവുമായിട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ ഇപ്പോൾ യമനിൽ പുരോഗമിക്കുമ്പോൾ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ്. അതായത് നിമിഷപ്രിയയുടെ മോചനം മുടക്കാൻ കേരളത്തിൽ നിന്നുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്ന വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്ത കൂടിയാണ് ഈ സമയം വരുന്നത്. നവാസ് ജാനെ എന്ന വ്യക്തിയുടെ കമൻറ്റ് നിമിഷപ്രിയയുടെ മോചനത്തിനെതിരെ നിൽക്കുന്ന സംഘം യമനിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ ജയിലുകളിൽ കഴിയുന്നവരെ മോചിപ്പിച്ച ശേഷം നിമിഷപ്രിയയുടെ മോചനമെന്ന പ്രചരണമാണ് നിൽക്കുന്നത്. ഇത് ശരിക്കും വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു രാജ്യം മുഴുവൻ ഒന്നടങ്കം പ്രയത്നിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ മതപണ്ഡിതരും അക്ഷീണാർത്ഥം ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധ്യമായ രീതിയിൽ സംഘടനകളും അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളും ഒക്കെ തന്നെ അവർക്ക് എങ്ങനെയാണോ ബന്ധപ്പെടാനായിട്ട് സാധിക്കുന്നത് ആ രീതിയിലെല്ലാം തന്നെ അവർ അവരുടെ ശ്രമങ്ങൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ യമനിലെ മലയാളി സംഘടനകളും അവരുടേതായിട്ടുള്ള വഴികൾ എല്ലാം തന്നെ എല്ലാ തരത്തിലുള്ള പരിശ്രമങ്ങളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം പരിശ്രമങ്ങൾക്കിടയിലാണ് ഇത്തരമൊരു പ്രചരണം കൂടി ഇപ്പോൾ നടക്കുന്നത്. നമ്മളിവിടെ നിമിഷപ്രിയയ്ക്ക് മാപ്പാണ് അപേക്ഷിക്കുന്നത്. ഏതായാലും വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഈ കേട്ടിരിക്കുന്നത്. നിലവിൽ ഈ നിമിഷപ്രിയയുടെ വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഈ കൊല്ലപ്പെട്ട ആൾക്ക് നീതി വേണമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ വൈകാരികമായി അവിടെ പ്രക്ഷോഭം ഇപ്പോൾ നടക്കുകയാണ്. അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തുന്ന ഒരു സാഹചര്യമാണ്. സഹോദരങ്ങളും ബന്ധുക്കളും യുവാക്കളും ഒക്കെ അവിടെ സംഘടിച്ച് രംഗത്തുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിനിടെയാണ് മുഹമ്മദ് തുഫൈൽ എന്ന തലാലിൻ്റെ സഹോദരൻ്റെ FB പോസ്റ്റിന് താഴെയൊക്കെ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ വരുന്നത്. പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള നവാസ് ജാനെ എന്ന പേരാണ് നമുക്കിപ്പോൾ എടുത്തു പറയാനായിട്ട് കഴിയുന്നത്. പക്ഷേ അതിനൊപ്പം തന്നെ മറ്റു ചില പേരുകൾ കൂടിയുണ്ട്, മറ്റു ചില അക്കൗണ്ടുകൾ. അത് നിമിഷപ്രിയയുടെ മോചനത്തിനെതിരെ സംസാരിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾ ഇടുന്നതായിട്ടാണ് നമുക്ക് കാണാനാകുന്നത്. അറബിയിലാണ് ആ കമൻറ്റുകൾ ഇടുന്നത്. അതായത് അവരെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ, അതായത് കേരളത്തിൽ ഇങ്ങനെ ഒരു ആവശ്യമില്ല, അതിന് പിന്നിൽ മറ്റു ചില താല്പര്യങ്ങളുണ്ട്, നിങ്ങൾ ഒപ്പം നിൽക്കരുതെന്ന് പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകളാണ് വരുന്നത്. ഈ കമൻറ്റുകളൊക്കെ നിമിഷപ്രിയയുടെ മോചനത്തിനെതിരെ പ്രവർത്തിക്കുന്ന അവിടെയുള്ള ഗ്രൂപ്പുകളൊക്കെ ഇപ്പോൾ വളരെ സജീവമായിട്ട് അവിടെ പ്രചരിപ്പിക്കുകയാണ്. ഇവിടെ ഈ നവാസ് ജാനെ എന്നുള്ളത് കേരളത്തിൽ കുറച്ച് കാലങ്ങളായിട്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ സജീവമായിട്ടുള്ള ഒരു FB അക്കൗണ്ടാണ്, പ്രൊഫൈലാണ്. അദ്ദേഹം ഒരു തീവ്ര സെൽഫി ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അത്തരം ചില ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന വ്യക്തിയാണ്. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ മതാത്മകമായി തന്നെ ചിന്തിക്കുകയും അങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നേരത്തെയുള്ള അദ്ദേഹത്തിൻ്റെ പല പോസ്റ്റുകളും അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരം ഒരു വ്യക്തിയാണ് ഇപ്പോൾ വളരെ അഗ്രസീവായിട്ട് വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട്. പക്ഷേ മറ്റ് പല ആളുകളുമുണ്ട് പറയാനായിട്ട്. ഈ തുഫൈൽ എന്ന ആളുടെ അതായത് ഈ വധശിക്ഷ റദ്ദാക്കുന്നതിന് രംഗത്തുള്ള തലാലിൻ്റെ സഹോദരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് മറ്റു പല അക്കൗണ്ടുകളും പ്രൊഫൈലുകളും ഇപ്പോൾ കേരളത്തിൽ മലയാളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് പ്രധാനമായിട്ട് ചില പേരുകൾ ഉബൈദ് PT, അതോടൊപ്പം തന്നെ സൈഫുദ്ദീൻ കൊല്ലം തുടങ്ങിയ അക്കൗണ്ടുകളൊക്കെ ഈ വധശിക്ഷ റദ്ദാക്കുന്നതിനെതിരെയുള്ള തലാലിൻ്റെ സഹോദരൻ്റെ FB പോസ്റ്റുകൾ അത് കേരളത്തിൽ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് വേദനാജനകം. അതായത് ഇതൊരു സംഘടിത സ്വഭാവമാണോ എന്ന് നമുക്ക് പറയാനായിട്ട് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുകയില്ല. പക്ഷേ ഈ നവാസ് ജാനയുടെ ഈ ഒരു ഇടപെടൽ അത് യമനിൽ ഈ നിമിഷയുടെ മോചനത്തിന് എതിരെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. അതായത് മോചനം തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് അത് സഹായിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവിടെയുള്ള ഗ്രൂപ്പുകൾ, അതായത് നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ കാന്തപുരത്തിൻ്റെ നിർണായകമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരുന്നു. ആ ഇടപെടലിനെ തുടർന്ന് അവിടെ ഹബീബ് ഉമറിൻ്റെ സംഘം അവിടെ ഇപ്പോഴും കുടുംബവുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇത്തരം മെസ്സഞ്ചർ സന്ദേശങ്ങൾ അല്ലെങ്കിൽ FB കമൻറ്റുകളൊക്കെ നിമിഷയുടെ മോചനത്തിനെതിരെ പ്രവർത്തിക്കുന്ന തലാലിൻ്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള ആ ഗ്രൂപ്പുകൾ ഇപ്പോൾ വ്യാപകമായിട്ട് അവിടെ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അത് വളരെ സങ്കടകരമാണ്, ദുഃഖകരമാണ്. ഏതെങ്കിലും തരത്തിൽ ഇത്തരം ആളുകൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഇടപെടൽ കൂടി ഇതിന് സമാന്തരമായിട്ട് നടക്കേണ്ടത്. അതോടൊപ്പം തന്നെ മറ്റൊരു ആശാവഹമായിട്ടുള്ള കാര്യം കൂടിയുണ്ട്. ഈ ഹബീബ് ഉമറിൻ്റെ സംഘം, അവിടുത്തെ പ്രതിനിധി സംഘം ഈ തെറ്റിദ്ധാരണ മാറ്റി അത് കുടുംബത്തെ അനുനയിപ്പിക്കാനുള്ള സമാന്തരമായിട്ടുള്ള ശ്രമങ്ങളും വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇപ്പോൾ നടത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു ആശ്വാസകരമായ കാര്യം. അതിലേത് ശ്രമം വിജയിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും മുന്നോട്ടുള്ള നിമിഷയുടെ മോചനത്തിലുള്ള സാധ്യതകൾ. എന്തായാലും ഇത്തരം കമൻറ്റുകൾ, പോസ്റ്റുകൾ നമ്മുടെ ഇടയിൽ നിന്ന് ഉണ്ടാകുന്നുവെന്ന ഗൗരവതരമായിട്ടുള്ള സാഹചര്യമാണ് കാണാനാകുന്നത്. അവരെ പിന്തിരിപ്പിക്കുന്ന ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട്. കാരണം അത്തരം പോസ്റ്റുകൾ, കമൻറ്റുകൾ എന്നിവയൊക്കെ സ്ഥിതി കൂടുതൽ മോശമാക്കുന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. ഇന്നലെ ഈ ഒരു വധശിക്ഷ നീട്ടിവെച്ചു എന്നുള്ള ഒരു വാർത്തയ്ക്ക് പിന്നാലെ ഒരു 10 പോസ്റ്റെങ്കിലും ഈ പറയുന്ന ഉബൈദ് PT ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഇതിനെതിരെയാണ്. കാന്തപുരത്തിൻ്റെ ഇടപെടലിനെതിരെ വരെ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അവിടെ യമനിൽ തലാലിൻ്റെ സഹോദരൻ്റെ പോസ്റ്റുകളൊക്കെ വിവർത്തനം ചെയ്തുകൊണ്ട് പോലും പോസ്റ്റുകൾ ഇട്ടിരിക്കുന്നു. അങ്ങനെ ആ രീതിയിൽ വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അതിൽ ഒന്നോ രണ്ടോ പേരല്ല, എത്രയോ അധികം ആളുകളുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മളെ സങ്കടത്തിലാക്കുന്നത്.